മരിക്കുന്ന നേരത്ത്, മരണത്തിന്റെ നേരത്ത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ട്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി പിരിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥന മാത്രം പോരാ, ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കഴിവിന്റെ പരമാവധി നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് എന്തിനെയാണെന്നറിയോ? മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും സുഖം കിട്ടണമെങ്കിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശിച്ച നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. മദീനത്തെ പള്ളിയിൽ നടന്ന അവസാനത്തെ പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബാ, മരിച്ചു കഴിഞ്ഞ് എന്റെ ഹൗലിന്റെ സമീപത്ത് നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നാളെ എന്റെ ഹൗലിന്റെ അടുക്കൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് കോപ്പ വാങ്ങാൻ നിങ്ങളെ കയ്യിന് വിശുദ്ധി വേണം. ആ കോപ്പയിൽ കുടിക്കാൻ നിങ്ങൾക്ക് സംശുദ്ധി വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഫൽ യംലിക് യദഹു വലിസാനഹു, കയ്യിനെയും നാവിനെയും നിയന്ത്രിക്കട്ടെ. നിയന്ത്രിക്കേണ്ട കാലമാണ്, കൂടുതൽ നിയന്ത്രിക്കേണ്ട സന്ദർഭമാണ്. ആ ഒരു നിയന്ത്രണം ജീവിതകാലത്ത് നിങ്ങൾ പാലിച്ചാൽ, ശ്രദ്ധിച്ചാൽ, മരിക്കുന്ന നേരത്തും നേരെ ചൊവ്വേ പോകാൻ കഴിയും. ഈമാൻ കിട്ടി മൂത്താകണമെങ്കിൽ നാവിനെ നന്നായി ശ്രദ്ധിക്കണം, നാവിനെ നന്നായി സൂക്ഷിക്കണം. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഒക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കണം. നമീമത്ത് എന്ന് പറയുന്ന രോഗം കടുത്ത രോഗമല്ലേ? എത്രയാണത് കൂടിക്കൂടി വരുന്നത്. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾ നന്നായി സൂക്ഷിക്കണം. അറിയാത്തത് പറയുന്നു എന്ന് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും നമ്മുടെ മേൽവിലാസത്തിലില്ല. ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ സംഭാവന ചെയ്തു പോയി. പങ്കെടുക്കാത്ത ആൾക്കാർക്കും നമുക്കാരെങ്കിലുമൊക്കെ പറയാനുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തുപോയി. അവർക്കാണെങ്കിൽ നല്ല സുഖം കിട്ടിപ്പോയി. ഇത്തരം മജ്‌ലിസിലൊന്നും വരാതെ ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് അവർക്ക് കിട്ടിപ്പോയി. അങ്ങനെ എന്നും ഇങ്ങനെ സംഭാവന ചെയ്യുന്ന അമലുകൾ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാകരുത് നമ്മൾ. അങ്ങനെ ആകുമ്പോ നമ്മളെ പേരല്ലേ മുഫ്ലിസ് എന്ന് പറഞ്ഞു, പാപ്പരായവൻ, തൊലഞ്ഞവൻ എന്ന് പറഞ്ഞു. നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ വളരെ കൃത്യമായി കലിമ ചൊല്ലാനും ആഖിബത്ത് മുതലാക്കാനും സൂക്ഷിക്കാനുമുള്ള കഴിവ് വരും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നാവിനെ സൂക്ഷിക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും കലിമ ചൊല്ലാൻ കഴിയാതിരുന്നത് നാവിന്റെ ദുരന്തമല്ലേ? നാവ് കൊണ്ടല്ലേ നജസായ ഖംർ കുടിച്ചിരുന്നത്? നാവല്ലേ അതിന് ഉപയോഗപ്പെടുത്തിയിരുന്നത്? അത് ചികിത്സക്ക് വേണ്ടി ഒരു വൈദ്യൻ പറഞ്ഞിട്ട് വർഷത്തിൽ